खलीफा के हम हैं, खलीफा हमारा वो दिल है हमारा, आका हमारा। हमारा हमारा खलीफा हमारा, वो दिल है हमारा, आका हमारा, वो दिल है हमारा, आका हमारा। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ദിസ് വീക്ക് വിത്ത് ഹുസൂറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 മുലാഖാത്തുകളുടെ ഹൈലൈറ്റ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും അതുപോലെ തന്നെ ലജ്നയുടെ MTA മെമ്പർമാരുടെയും ആണ് മീറ്റിംഗ് ആണ് ഇവിടെ ഹൈലൈറ്റ് പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഹുസൂർ തിരുമനസ് ഖുദ്ദാം ഹിഫാസ്തെ ഖാസ് ടീം ജർമ്മനിയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. കഴിഞ്ഞ ശനിയാഴ്ച ഹിഫാസ്തെ ഖാസ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ജർമ്മനി ഖാദിമീങ്ങളുമായി ഹുസൂർ തിരുമനസ് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഖുദ്ദാം പ്രത്യേകമായി ഹുസൂറുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇസ്ലാമാബാദിലേക്ക് വരികയുണ്ടായി. തുടക്കത്തിൽ ഹുസൂർ തിരുമനസ് ഹിഫാസ്തെ ഖാസിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുകയുണ്ടായി. ഖുദ്ദാമിലെ ജോലി എന്ന് പറയുന്നത് ഖിലാഫത്തുമായി ബന്ധം സ്ഥാപിക്കുക, അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്. ഹിഫാസ്തെ ഖാസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവെ സെക്യൂരിറ്റി ഡ്യൂട്ടികളും അതുപോലെ തന്നെ ഖിലാഫത്തിൻ്റെ സ്ഥാനത്തെ സംരക്ഷിക്കുകയുമാണ്. അതും പ്രവൃത്തിയാണ്. എല്ലാ ഖാദിമ്യങ്ങളുടെയും അത് ഡ്യൂട്ടിയാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെയും ഡ്യൂട്ടി. നിങ്ങൾ എന്ത് ചെയ്യുന്നതും നിങ്ങളുടെ നിയ്യത്ത്, നിങ്ങളുടെ ചിന്ത എന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് എന്നായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല, പ്രദർശനത്തിന് വേണ്ടി ആയിരിക്കരുത്. അതുപോലെ തന്നെ ഖലീഫയുടെ സാമീപ്യം ലഭിക്കാനോ സമ്പർക്കം ലഭിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര സമയം നൽകി എന്ന് പറയാൻ വേണ്ടി ആയിരിക്കരുത്. അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിലാണ് ബർക്കത്തുള്ളത്, ഐശ്വര്യമുള്ളത്, അതിലാണ് സവാബും പ്രതിഫലം ലഭിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകുന്നതുമാണ്. ഓക്കെ, ഈ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, പ്രവൃത്തികൾ ചെയ്യണം. മുലാഖാത്തിൻ്റെ ഇടയിൽ ചില ചോദ്യങ്ങളും ഖാദിമ്യങ്ങൾക്ക് ചോദിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. സമകാലിക സാഹചര്യങ്ങളെക്കുറിച്ച്, ജമാഅത്തിന് സേവിക്കുമ്പോൾ അഹങ്കാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കരുത്, ദൈവപ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഖലീഫയുടെ സംരക്ഷണമായിരിക്കട്ടെ, അല്ലെങ്കിൽ ഖലീഫ നൽകിയ അല്ലെങ്കിൽ ജമാഅത്ത് നൽകിയ ജോലിയാകട്ടെ, എന്ത് ചെയ്യുമ്പോഴും അതാളിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹു പറഞ്ഞു, എനിക്ക് വേണ്ടി, എൻ്റെ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ, എൻ്റെ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, അവർക്ക് ഞാൻ പ്രതിഫലവും സവാബും നൽകുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി മുന്നിൽ വെക്കേണ്ടതാണ്. അള്ളാഹു മുന്നിൽ വേണം. അള്ളാഹു മുന്നിൽ വരുന്നത് നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം തന്നെ, നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ അള്ളാഹു കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു എന്ന് കരുതുമ്പോൾ മാത്രമാണ്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. ഹിഫാസ്തെ ഖാസ് എന്ന് പറയുന്നത് വെറുതെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുമുള്ള പാപപ്പുറത്ത് ലഭിക്കുകയില്ല. ബാഹ്യമായ നിലയിൽ ഹിഫാസ്ത് ഖാസ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് അത് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം നമ്മൾ പൂർത്തിയാക്കുക എന്നാണ്. അത് ഹിഫാസ്തെ ഖാസിൽ നിങ്ങൾ സേവനമനുഷ്ഠിച്ചാലും മറ്റേത് വകുപ്പിൽ സേവനമനുഷ്ഠിച്ചാലും അള്ളാഹുവിൻ്റെ ഇബാദത്തിൻ്റെ കടമകൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ ഡ്യൂട്ടിക്കാരെല്ലാവരും നിങ്ങളുടെ സ്വയം വിലയിരുത്തുക. നിങ്ങൾ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. നിങ്ങൾ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നില്ലെങ്കിൽ, നമസ്കാരത്തെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ സംരക്ഷിക്കാനാണ്? ഹിഫാസ്തെ ഖാസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഹിഫാസ്തെ ഖാസ് എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സംരക്ഷിക്കുകയും കൂടിയാണ്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടുള്ളത്. അത് ചെയ്യുകയാണെങ്കിൽ ബാക്കി അള്ളാഹു സംരക്ഷിച്ചോളും. അള്ളാഹുവിൻ്റെ പ്രീതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അവനോടുള്ള കടമകൾ നിങ്ങൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ തന്നെ ബർക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ മനുഷ്യ പ്രയത്നങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ നഷ്ടത്തിലാകുന്നു. കാരണം അതിൽ ബർക്കത്തുണ്ടാകുന്നില്ല. കാരണം അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അതിൽ ബർക്കത്തുണ്ടാകുന്നു. അതുകൊണ്ട് ഏറ്റവും ആദ്യം പ്രധാനമായുള്ള പരിഗണന അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റണം, ആരാധനകൾ നിറവേറ്റണം. ആദ്യം നിങ്ങളുടെ ആത്മാവിനെ, ജീവനെ രക്ഷിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ ജീവനെ രക്ഷിക്കുക. നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക, അവൻ്റെ ആരാധനയോടുള്ള കടമകൾ നിറവേറ്റുക.
ഹുസൂർ ചില സമയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 5 നേരം നമസ്കരിക്കുന്നു, പള്ളിയിലും പോകാൻ പറ്റുന്നു, എന്നിട്ടും ഒരാൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നില്ല, ഒരു തൃപ്തി ലഭിക്കുന്നില്ല, തഖ്വയുടെ നിലവാരത്തെക്കുറിച്ച് തൃപ്തി ലഭിക്കുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ ചെയ്യുക, ലാ ഹൗല ചെയ്യുക, സലാത്ത് ചൊല്ലുക, അതുപോലെ തന്നെ വേറിട്ട് ഒറ്റപ്പെട്ട് നഫൽ നമസ്കരിക്കുക, അള്ളാഹുവിൻ്റെ സഹായം തേടുക, ദിക്റിലായി ചെയ്യുക. അങ്ങനെ അള്ളാഹു സ്വീകാര്യാർഹമായ ദുആക്ക് വേണ്ടിയുള്ള തൗഫീക്ക് നൽകുന്നതാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യരുടെ പ്രയാസങ്ങളും ദൂരീകരിക്കുന്നതാണ്. ചിലപ്പോൾ പ്രകടനാത്മകമായി മറ്റുള്ളവരുടെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ തോന്നും പ്രകടനാത്മകമായി പോകുന്നുണ്ടോ എന്ന് തോന്നും. അതുകൊണ്ട് വേറിട്ട് ഏകാന്തതയിൽ നമസ്കരിക്കുക, ദുആ ചെയ്യുക, അങ്ങനെ ദിക്റിലായി ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു മനസ്സിലെ അസ്വസ്ഥതകൾ ദൂരീകരിക്കുന്നതാണ്. നിവേദനങ്ങൾ വന്നിരിക്കുന്നത് ജൂതന്മാർക്ക് 3 അവസരങ്ങൾ ലഭിക്കുമെന്നാണ്. എന്നിട്ടും അവർ സ്വയം നന്നാകില്ല, കർമ്മ സംസ്കരണം നടത്തുകയില്ല. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും എന്നതാണ് ചോദ്യം. അവർ നന്നാവില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒരവസരം ലഭിക്കും, അവർ അത് പ്രയോജനപ്പെടുത്തുകയില്ല, അവർ അള്ളാഹുവിൻ്റെ ലംഘിക്കും, നിഷേധിക്കും, അവരുടെ ഭരണം, അവരുടെ ഭൂമി നഷ്ടപ്പെടും. അങ്ങനെ അത് നഷ്ടപ്പെട്ടു. ആദ്യം നെബൂഖദ് നെസറിൻ്റെ കാലഘട്ടത്തിലാണ് അവരുടെ ഭൂമി, അവരുടെ ജന്മഭൂമി നഷ്ടം പോയത്. പിന്നെ അവർക്ക് രണ്ടാമത്തെ അവസരം പല ഘട്ടങ്ങളിലും നൽകി. ഇപ്പോൾ 3ാമത്തെ കാലഘട്ടമാണ്. ഇപ്പോഴും അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നില്ലെങ്കിൽ അവരുടെ ശരീരത്ത് അത് ശരിയാവട്ടെ തെറ്റാവട്ടെ അതനുസരിച്ച് മര്യാദ അനുസരിച്ച് നീതിയും അതുപോലെ തന്നെ ന്യായവും നിലനിർത്തിക്കൊണ്ട് ഭരണം നിലനിർത്തുകയാണെങ്കിൽ, അങ്ങനെ ഭരിക്കുകയാണെങ്കിൽ, ഭരിക്കുന്നില്ലെങ്കിൽ അവരുടെ ഭരണം അള്ളാഹു തട്ടിമാറ്റുന്നതായിരിക്കും. ഹസ്രത്ത് മുസ്ലിം മൗദുല്ലാനു ഇതിനെക്കുറിച്ചുള്ള തഫ്സീർ, വ്യാഖ്യാനം വളരെ നല്ല നിലയിൽ സൂറ ബനി ഇസ്രായേലിൻ്റെ, അതുപോലെ തന്നെ സൂറ അംബിയായിലും, സൂറ ബനി ഇസ്രായേൽ ആദ്യ തുറക്കലും സൂറ അംബിയായിലും നൽകിയിട്ടുണ്ട്. അതിൽ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാം. ഉറുദു വായിക്കാൻ അറിയില്ലെങ്കിൽ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയെങ്കിൽ 5 വോളിയം കമൻട്രിയിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നോക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, അവർ അതിക്രമം ചെയ്യുന്നു, അനീതി ചെയ്യുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു അവരുടെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് അവരിൽ നിന്നും എങ്ങനെ അത് മാറ്റും, അവരുടെ എങ്ങനെ അധികാരം ഇല്ലാതാക്കും എന്നത് അള്ളാഹുവിന് അറിയാം. എന്നാൽ മുസ്ലിങ്ങളോടും പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അധികാരം കയ്യേറുന്നവരോട് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ വാൾ ബലം കൊണ്ടല്ല ദുആ കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം അതിന് ആവശ്യമായുണ്ട്. ഒരു സമയം വരും, ഇന്നല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് അവർ ഭവിഷ്യത്ത് അനുഭവിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു സമുദായത്തിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടില്ല. എപ്പോഴാണ് ഉണ്ടാകുക, എത്ര കാലാവധി അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. അവർക്ക് ഇത് അനീതി തുടരാൻ എത്ര കാലാവധി ഉണ്ടെന്ന് അവനെ അറിയുള്ളൂ. ഇപ്പം മുമ്പ് ദശകങ്ങളും ശതകങ്ങളും അവർക്ക് ഭരണം ലഭിച്ചില്ലേ, അവർ ഭരണം തുടർന്നില്ലേ. ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കാം. 10 വർഷമോ നൂറ്റാണ്ടുകളോ ശേഷം അങ്ങനെ സംഭവിക്കാം. അതെന്തായാലും സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഒരു ഖാദിമ് ചോദിക്കുകയുണ്ടായി, ഒരുപാട് ശ്രമിച്ചിട്ടും ചിലപ്പോൾ ഭാരവാഹികളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ തൃപ്തികരമായി മാറുന്നില്ല. ഇത് എങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക? ഒരു നിയുക്ത ഭാരവാഹി, അത് എവിടുത്തെ ആകുമാകട്ടെ, നല്ല നിലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രീതിയെ മുൻനിർത്തി ചെയ്യുകയാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രീതി ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കണം മറ്റെല്ലാ കാര്യങ്ങളും. അള്ളാഹു ഇല്ലെങ്കിൽ പിന്നെ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താതെ ദാസന്മാരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. കാലത്തിൻ്റെ ഖലീഫയുടെ മുന്നിലോ പിന്നിലോ നടന്നിട്ടോ, നാഷണൽ അമീറിൻ്റെ മുന്നിലോ പിന്നിലോ നടന്നിട്ടോ നിങ്ങൾക്കൊന്നും ലഭിക്കാനില്ല. അള്ളാഹു തൃപ്തനാണെങ്കിൽ എല്ലാം ശരിയാകും. ഇനി കുറച്ച് പരീക്ഷണങ്ങൾ ഉണ്ടായാൽ തന്നെ അള്ളാഹു അവസാനം എല്ലാം അറിയുന്നവനാണ്, അവന് പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് ഭാരവാഹികൾ അവരുടെ സദുദ്ദേശത്തോടെ, പ്രാർത്ഥനയോടെ, സദക്കയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. അവരുടെ നിയമപരിധി അനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ടതാണ്. എന്നിട്ടും ഏതെങ്കിലും ഭാരവാഹി അങ്ങനെ ചെയ്തു പറയുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിൽ അറിയിക്കുക, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്നാൽ എൻ്റെ ഓഫീസർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ജമാഅത്തിൻ്റെ നടപടിക്കും അതുപോലെ അധ്യാപനങ്ങൾക്കും നിരക്കാത്തതാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുക.
അതിനെ എങ്ങനെയാണ് തിരുത്തുക എന്ന് മാർഗനിർദ്ദേശം തേടുക. അപ്പോൾ മർക്കസ് അല്ലെങ്കിൽ ഖലീഫ അതിന് വേണ്ട രീതിയിൽ നടപടി എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ലോക്കൽ ജമാത്തിലോ ഇത് പരിഹരിക്കപ്പെടാവുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് തക്കുവയാണ്. തക്കുവയില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനവുമില്ല. ജമാഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ തക്കുവയിൽ അധിഷ്ഠിതമാണ്. അതില്ലെങ്കിൽ പിന്നെ നിങ്ങളിലും അനഹമ്മദികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്, എന്ത് അന്തരമാണുള്ളത്? അവരും വാദിക്കുന്നത് അള്ളാഹു ഏകനാണെന്നാണ്. അതുപോലെ തന്നെ അവരും നമസ്കരിക്കുന്നു, അവരും കലിമ ചൊല്ലുന്നവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹാനുരാഗങ്ങൾ വാദിക്കുന്നവരാണ്. എന്നാൽ അവരുടെ പ്രസംഗം പോലെയല്ല അവരുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെയും കർമ്മങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനമുള്ളത്? അതുകൊണ്ട് ഭാരവാഹികൾ ആദ്യം സ്വയം സംസ്കരിക്കുക. എന്നിട്ട് എന്തെങ്കിലും കൈവിട്ട് പോവുകയാണെങ്കിൽ, ഇനി എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥരെ റിപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഓഫീസർ ഇങ്ങനെ പറയുന്നു, അത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, അത് പ്രാദേശികമായ നിലയിൽ കേൾക്കുന്നില്ലെങ്കിൽ നാഷണൽ ലെവലിൽ കേൾക്കുന്നെങ്കിൽ പിന്നെ മർക്കസിനെ ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾ എഴുതിയതിനു ശേഷം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വിട്ടു നിൽക്കുന്നതാണ്. പിന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരപരാധിയായിരിക്കും. പിന്നെ നിങ്ങൾ ആർക്കാണോ റിപ്പോർട്ട് നൽകിയത് അവർക്കായിരിക്കും പിന്നെ അപരാധം മുഴുവനും, അവർ നടപടി കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ. അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. ജസാക്കുമുല്ലാ. പ്രിയ ഹുസൂർ, അവസാന ഭാഗത്തിൽ ഹുസൂറുമായി ഖാദിമ്യങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഹുസൂറിൽ നിന്നും പേന ഉപഹാരമായി ലഭിക്കാനുമുള്ള തൗഫീക്ക് ലഭിക്കുകയുണ്ടായി. അടുത്ത ദിവസം തന്നെ ലജ്ന മെമ്പർ സ്കെഡ്യൂളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് MTA ഇൻ്റർനാഷണൽ ഹുസൂർ തിരുമനസുമായി കൂടിക്കാഴ്ച നടത്താനുള്ള തൗഫീക്ക് അവർക്ക് ലഭിക്കുകയുണ്ടായി. അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഹുസൂർ മാർഗനിർദ്ദേശം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഹുസൂർ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലജ്ന സ്കെഡ്യൂളിംഗ് ടീം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും തന്നെ MTAയുടെ പ്രോഗ്രസ്സിനും ഡെവലപ്പിനും വേണ്ടി തുടർച്ചയായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഉപദേശിക്കുകയുണ്ടായി. ഇതായിരുന്നു 2 മുലാഖാത്തുകളുടെ ഹൈലൈറ്റ്സ്. ഇനി നമുക്ക് അവസാന സെഷനായ ഫ്രൈഡേ സർമൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ഇന്നത്തെ ഖുതുബയിൽ ഹുസൂർ തിരുമനസ് ഖൈബർ യുദ്ധാനന്തര സംഭവങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ഹുസൂർ തിരുമനസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ഒരു ആക്ഷേപത്തെ മറുപടി നൽകുകയുണ്ടായി. അതായത് ഹസ്രത്ത് സഫിയ റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സൗന്ദര്യം കാരണമാണ് വിവാഹം കഴിച്ചതെന്നുള്ള ആക്ഷേപം. ചില ആക്ഷേപകർ ആരോപണം ഉന്നയിക്കുന്നത്, വളരെ മോശമായ ആക്ഷേപം ഉന്നയിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഫിയയുടെ സൗന്ദര്യ വർണ്ണന കേട്ടപ്പോഴാണ് ഹദ്രത്ത് ദിഹിയിൽ നിന്നും അവരെ തിരിച്ചു വാങ്ങിച്ച് വിവാഹം ചെയ്തു എന്നാണ്. ഈ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അവരുടെ അധമ ചിന്താഗതി കാരണമാണ് ഉടലെടുക്കുന്നത്. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തിനെ കുറിച്ചും യഥാർത്ഥ ജീവിത ചരിത്രത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും അറിയാത്തത് കൊണ്ടുള്ളതാണ് ഈ ആക്ഷേപം. അവരുടെ ഹൃദയം വിദ്വേഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർ നീതിയോടെ പരിശുദ്ധ ഹൃദയത്തോടെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗതകാല ജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായ നിലയിൽ വിവരിക്കുന്നത് ഫഖദ് ലബിസ്തു ഫീക്കും ഉംറൻ മിൻ ഖബലി അഫലാ തഅഖിലൂൻ എന്നാണ്. അതായത് ഈ പ്രവാചകത്തിന് മുമ്പും ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ദീർഘകാലം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്, നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നിറയോത്വം എങ്ങനെ കഴിച്ചുകൂട്ടിയത്? ആ സമുദായത്തിൽ മദ്യവും മദിരാക്ഷിയുടെയും സദസ്സ് സജീവമായിരുന്നു. അത് അവർ അഭിമാനമായി എടുത്തു പറയുമായിരുന്നു. ആ സമയത്ത് യുവത്വം മുഴുവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുലീനയായ വിധവയായ ഒരു സ്ത്രീയുമായി വിവാഹം കഴിച്ച് ഏകദേശം 50 വയസ്സ് വരെ ഏകപത്നി വ്രതവുമായി കഴിച്ചു കൂട്ടിയത്. വളരെ സുന്ദരി മണികളായ സ്ത്രീകളെ ഖുറൈശി പ്രമാണിമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെക്കുകയുണ്ടായി. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ തന്നെ നിരാകരിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവത്വവും അതുപോലെ ഗതകാല ജീവിതവും തെളിയിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖലോലുപതയുമായി പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയ വിഹായസിലെ രാജാവായിരുന്നു, മദീനയുടെ ഭരണാധിപനുമായിരുന്നു. അദ്ദേഹം ആദ്യം സഫിയ റളിയല്ലാഹു തആല അൻഹയെ സ്വതന്ത്രയാക്കി, പിന്നെ അവരെ ആദരിച്ചു, പിന്നെ അവരെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. അവരുടെ സ്ഥാനമാഹാത്മ്യങ്ങൾ ഉയർത്തി തങ്ങൾക്ക് അവരോട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയുണ്ടായി. അതുപോലെ വിവാഹം കഴിച്ചുകൊണ്ട് അവരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മാതാവ് എന്ന ഉന്നത പദവി നൽകിയിട്ടുണ്ടായി. അവരുടെ കുടുംബത്തിനും ഗോത്രത്തിനും സ്ഥാനമാഹാത്മ്യം നൽകുകയുണ്ടായി. അതുപോലെ സമൂഹത്തിൽ ശാന്തി സമാധാനത്തിന് അന്തരീക്ഷം സംജാതമാക്കുകയുണ്ടായി.